നമസ്കാരം. VFA പരീക്ഷ അതുപോലെ തന്നെ കേരള PSC ഇനി നടത്താനിരിക്കുന്ന മുഴുവൻ പരീക്ഷകളും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചോദ്യങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം, ഇതിൻ്റെ ഉത്തരങ്ങൾ എന്തായാലും നോക്കിയിരിക്കണം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ VFA ഉദ്യോഗാർത്ഥികളെയാണ് കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ 10ാം ക്ലാസ്, +2 ലെവൽ, ഡിഗ്രി ലെവൽ എന്നിവർക്കും ഇത് ഉപകാരപ്രദമാകും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഷെയർ ചെയ്തിട്ടും ഹൈപ്പ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. അടുത്തത് തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം രാമവർമ്മ ശക്തൻ തമ്പുരാൻ. നിങ്ങൾക്ക് അറിയാത്ത ചോദ്യവും അതിൻ്റെ ഉത്തരവും വീഡിയോ പോസ് ചെയ്തിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ അത് എഴുതി നിങ്ങളുടെ നോട്ടിലേക്ക് പകർത്തുകയോ ചെയ്യാവുന്നതാണ്. പിന്നീട് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുന്നു. ലോഹങ്ങളുടെ രാജാവ്. ഉത്തരം സ്വർണ്ണമാണ് ലോഹങ്ങളുടെ രാജാവ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാണ്? ബാംഗ്ലൂരിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് AI ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് ബാംഗ്ലൂരിലാണ്. അടുത്തത് 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം EP രാജഗോപാൽ. അപ്പോൾ നിങ്ങൾ അവാർഡുകളൊക്കെ തീർച്ചയായിട്ടും നോക്കി പോകണം. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് EP രാജഗോപാലാണ്. അടുത്തത് കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി എന്ന് പറയുന്നത് GV രാജ അവാർഡാണ്. അടുത്തത് 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചോദ്യം. 16ാമത് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് 2026 ഏപ്രിൽ 9 അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ കണക്ട് ചെയ്യാം. 2026 എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അല്ലേ? അപ്പോൾ നമ്മൾ ഈ പുതിയൊരു മന്ത്രിസഭ വരികയാണ്. അപ്പോൾ ആദ്യം A എന്ന് പഠിക്കുക. ആദ്യം വരുന്നത് ഏപ്രിലാണ് അല്ലേ? ഏപ്രിലാണ്. പിന്നെ 6 ഈ 2026 6ന് 1 തിരിച്ചിട്ടാൽ, അതായത് പഴയ ആൾ 6 ആയിരുന്നു, അതിന് 1 തിരിച്ചിട്ടാൽ എന്തായി? 9 അപ്പോൾ പുതിയ മന്ത്രിസഭ വന്നാൽ 9 അപ്പോൾ ഏപ്രിൽ 9 എന്ന് അങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, 2026 ഏപ്രിൽ 9 16ാം കേരള നിയമസഭയുടെ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചൊരു വ്യക്തിയുണ്ട്. അതാരാണ് എന്നറിയുന്നവർ ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്തത് പ്രാചീന മലയാളം ആരുടെ രചനയാണ്? പ്രാചീന മലയാളം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? ഉത്തരം ഒഡീഷ. അടുത്തത് മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? ഉത്തരം മിസോറമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽ പാത ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്ത 12ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽ പാത PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ കീ പ്രകാരം അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ റെയിൽവേ തുരങ്കം ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്കാണ്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള, ശ്രദ്ധിക്കുക, ഈ പദ്ധതിയുടെ USBRL എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ടണൽ 50, അതായത് T50 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ റെയിൽവേ തുരങ്കം. അതിൻ്റെ തുരങ്കത്തിൻ്റെ ആ ഒരു നീളം പറയുന്നത് 12.775 കിലോമീറ്ററാണ്. ഇനി രണ്ടാമത്തെ നീളമേറിയ റെയിൽ തുരങ്കം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പീർപ്പാഞ്ചൽ റെയിൽവേ തുരങ്കമാണ്. അതിൻ്റെ നീളം 11.22 കിലോമീറ്റർ. ജമ്മു കാശ്മീരിലാണ് ഈ പറഞ്ഞ 2 റെയിൽവേ തുരങ്കങ്ങളും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് 12 PSC ഡിലീറ്റ് ചെയ്തതാണ്. ഇനി ഇന്ത്യയിലെ വാതകോർജ നിലയം, ഇവിടെ തന്നിട്ടുള്ളതിൽ ഇന്ത്യയിലെ വാതകോർജ നിലയം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം ലംബയാണ്. അടുത്തത് ഹിമാലയത്തിലെ ലവണജല തടാകം ഏത്? ഹിമാലയത്തിലെ ലവണജല തടാകം രാഗാസാണ്. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാത ഏതാണ്? ഉത്തരം ഷാഹി പാത.
അപ്പോൾ 15 ചോദ്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്ത പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്